ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചുമയും കഫക്കെട്ടും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിനായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ എത്ര പഴകിയ കഫമാണെങ്കിലും അത് പുറത്തേക്ക് ഇറങ്ങി വരും. ഇത് ഒരു 3 നേരം കഴിച്ചാൽ മാത്രം മതി. 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും കെട്ടിക്കിടക്കുന്ന കഫം മുഴുവനായിട്ട് നമുക്ക് ചുമച്ച് തുപ്പി പോവുകയും അതുപോലെ തന്നെ കഫം മലത്തിലൂടെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഭേദമാകുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് അല്പം തേങ്ങ ചിരവിയത് മാത്രമാണ്. വളരെ കുറച്ച് മതി. ഒരു തേങ്ങ ചിരവിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പാല് കിട്ടും. നല്ല ഇളം തേങ്ങ വേണം ചിരവി എടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാൽ അത്യാവശ്യം കിട്ടും. അപ്പോൾ ഞാൻ വളരെ കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നിങ്ങൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ നിങ്ങൾക്ക് പാൽ കിട്ടും. അപ്പോൾ ഈ തേങ്ങാപ്പാലിലോട്ട് നമ്മൾ ആദ്യമായിട്ട് ചേർക്കേണ്ടത് അല്പം കുരുമുളകിൻ്റെ പൊടിയാണ്. 1/4 സ്പൂണിലും കുറവ് മതി. ആ കുരുമുളക് ചേർത്ത് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. നമ്മൾ തേങ്ങാപ്പാലിലോട്ട് ഇടുമ്പോൾ കുരുമുളകിൻ്റെ പൊടി ഒന്ന് കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അല്പം ചുക്ക് പൊടിച്ചത്, ഇഞ്ചി ഉണക്കി പൊടിച്ചതാണ്. ഇനിയിപ്പോൾ ചുക്ക് തീരെ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ നീര് പിഴിഞ്ഞെടുത്ത് 1 സ്പൂൺ നീര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ചുക്കാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ളത്. അതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കട്ട പിടിക്കാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ അത് രണ്ടും നമ്മൾ ചേർത്ത് ഇളക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് വേണ്ടുന്നത്. മഞ്ഞൾപ്പൊടി നമ്മുടെ ആ കഫക്കെട്ടൊക്കെ ഉണ്ടാക്കുന്ന അണുനാശിനിയാണ്. അണുക്കൾ പോകാനായിട്ട് വളരെ നല്ലതാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 3 ഇൻഗ്രീഡിയൻസും ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു തിക്കായിട്ടുണ്ടാവും ഈ പാല്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗ്യാസ് സ്റ്റവിലോട്ട് വെച്ചിട്ട് നമ്മൾ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചാലും മതി. അല്ലെങ്കിൽ നമ്മൾ കുഴിയുള്ള പാത്രത്തിലാണ് വെച്ചതെങ്കിൽ ആ പാത്രത്തോടെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയാലും മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് അതിനകത്തൊരു പത പോലെ വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് പതച്ച് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പീര വെള്ളം പോലെ അങ്ങായി പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യും. ഇത്ര മതി. ജസ്റ്റ് ഒരു 1 മിനിറ്റിനടുത്ത് മാത്രമേ സമയം പിടിക്കുള്ളൂ. ആ 1 മിനിറ്റ് മാത്രം നിങ്ങൾ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ പത വന്നാൽ മതി. ഇപ്പോൾ നമുക്ക് ഇത് പാകമായി കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്ത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒന്നും തന്നെ ചേർക്കാനില്ല. ഒരു ഇളം ചൂടോട് കൂടി തന്നെ നിങ്ങൾ ഇത് കഴിക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് കഴിക്കുക. ഭക്ഷണത്തിന് മുൻപോ ശേഷമോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരല്പം ആവി കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചുമയും കഫക്കെട്ടും വിട്ട് മാറാതെ അതുമായിട്ട് ഒരുപാട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത നല്ലൊരു റെമഡിയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.